ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇത് ഇൻട്രോ കണ്ടിട്ട് പേടിക്കണ്ട. ഞാൻ ആക്ച്വലി ഇത് അമ്മു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കടയിലോട്ട് പോകുന്ന സമയത്ത് പുറത്തു നിന്ന് എടുക്കുന്ന വീഡിയോ കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വിഷ്ണു ചേട്ടൻ വരുന്നുണ്ട്. ആൻഡ് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പം മണി 6:30-7 മണിയാവുന്ന ഒരു 9:30 ഒക്കെ ആകുമ്പം ഫ്ലൈറ്റ് ഇറങ്ങും. 10:30 ഒക്കെ ആകുമ്പോൾ വീടെത്തും. അമ്മൂനറിയത്തില്ല വിഷ്ണുച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അനിയനും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വന്ന് വിഷ്ണുവിനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരാനുള്ള പ്ലാനാണ്. അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം. സോ അമ്മ ആക്ച്വലി കുറച്ച് അമ്മ ഇന്ന് ഭയങ്കര ഇതുവരെ ഭയങ്കര വിഷമമായിട്ട് നിൽക്കുക കേട്ടോ. കാരണം 2 ഫാമിലി ഉണ്ട്, പക്ഷേ വിഷ്ണുച്ചേട്ടൻ മാത്രം ഇല്ലല്ലോ എന്നുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ കുട്ടി. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് മണിക്കൂറിൽ കഴിയുമ്പോൾ അത് ഒരു ഹാപ്പി മൊമെൻ്റായിട്ട് മാറുമല്ലോ. സോ അമ്മൂനൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ശരിക്കും പറഞ്ഞാൽ വിഷ്ണുചേട്ടൻ എന്നെ പരിചയപ്പെട്ട, അതായത് ഞാനിപ്പം അളിയൻസ് എന്ന് വിളിക്കുന്ന എൻ്റെ അളിയൻ എന്നെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ആ ഫസ്റ്റ് ഡേ തന്നെ എന്നോട് പറഞ്ഞ കാര്യമാണ്, പിന്നെ നമുക്ക് അമ്മൂന് ഞാൻ വരുമ്പോൾ എനിക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത്. നമ്മൾ കുറേ മാസങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മാസ്മരികമായ ഒരു മാസ് പ്ലാനിങ് നടന്ന് പറ്റിക്കാൻ പോവുകയാണ് അമ്മൂനെ. പക്ഷേ എൻ്റെ വീട്ടുകാർ ഇത്രയും പ്രൊഫഷണലാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ പൊന്നോ, ലൈക്ക് അമ്മൂനോട് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വിഷ്ണുചേട്ടൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മു 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് സംസാരിക്കുമ്പോഴൊന്നും ഈ ഡേറ്റ് വരാനും പാടില്ല. വീട്ടുകാരൊക്കെ ഭയങ്കര അഭിനയമാണ്. വിഷ്ണു 8-ാം തീയതി അല്ലേ വരുന്നത്? ഓക്കെ, ഭയങ്കര അഭിനയമാണ്. ഇതുവരെ പൊളിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറൂടെ പൊളിയാതിരുന്നാൽ സർപ്രൈസ് അടിപൊളിയായിരിക്കും. എനിക്കും അറിഞ്ഞുകൂടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിവേയ്സ്, അപ്പോൾ ഇത് കാര്യം പറയാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്മ വീട്ടിലുണ്ട്. എനിക്കൊന്നും ഇൻട്രോ എടുക്കാനൊന്നും പറ്റുന്നില്ല. സോ അതാണ് ഞാനിങ്ങനെ റോഡ് നിന്നിട്ട്. ഞാൻ ആക്ച്വലി രാവിലെ ചിക്കൻ മേടിക്കാൻ പോവാം. അലീനൊക്കെ വരികയല്ലേ, സോ ഞാൻ ചിക്കൻ മേടിക്കാൻ പോവാം. എന്തായാലും നന്നായി. ഞാനും അമ്മൂടെയാണ് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പൊക്കോളാം, ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്നൊക്കെ പോയി ചാടി ഇറങ്ങിയതാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താവും എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വെയിറ്റിംഗാണ് അളിയൻ വരാൻ വേണ്ടിയിട്ട്. അളിയൻ എനിക്ക് പാസ്പോർട്ടുമായിട്ട് ഇരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ അവിടെ എയർപോർട്ടിൽ നിൽക്കുന്നതൊക്കെ ഫോട്ടോ അയച്ചു. എൻ്റെ ബന്ധം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നി ഞാൻ ആദ്യം അമ്മൂൻ്റെ അടുത്ത് അമ്മയുടെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല, വിടാതിരിക്കുക ഞാൻ. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ അളിയനൊരു 3 hours കൂടെ കഴിയുമ്പോൾ വരും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കതെല്ലാം വഴിയേ കാണാം. ഇവിടെ ഭാവി അമ്മായിയമ്മ മരുമകന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഫുഡും എല്ലാം സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനീ ചെന്നിട്ട് സാധനമൊക്കെ മേടിച്ചിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് പ്രിപ്പറേഷൻസും എല്ലാം കാണാം. സർപ്രൈസും പ്രിപ്പറേഷൻസും അമ്മൂൻ്റെ റിയാക്ഷനും ഒക്കെ കാണാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് സമയം. അപ്പോൾ സെറ്റ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഞാനിപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അമ്മൂന്ന് ആക്ച്വലി അറിയാം, രവിയച്ഛനും ലാലിയമ്മയും മരിച്ചുകൊണ്ട് മരുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ അത് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം ഷോർട്സ് കണ്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിൽ പോയി വിളിച്ചു എന്നായിട്ട്. അപ്പോൾ അവരെല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവർ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൂടെ ഇവിടെയും വരും എന്നാണ് അമ്മൂന് അറിയാവുന്നത്. അപ്പോൾ അമ്മൂൻ്റെ വക ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂൻ്റെ വക ഉടൻ തന്നെ വേറൊരു ഇൻട്രോ ഇന്ന് അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗിൻ്റെ ഒരു ഇൻട്രോ ഇപ്പോൾ വരുന്നതായിരിക്കും. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് വിഷ്ണു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കല്യാണം വിളിക്കാൻ വരികയാണ്. ആക്ച്വലി നമ്മൾ അങ്ങോട്ട് പോയി കല്യാണം വിളിച്ച ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയും വരുന്നുണ്ട് അല്ലേ അമ്മു? ഇന്ന് നമ്മൾ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫുൾ ഓണാണ്. അതുകൊണ്ടാണ് രാവിലെ നല്ല കോലാണ് ഗെയ്സ്. കാരണം കുക്കിങ്ങിന് വേണ്ടി നമ്മൾ കയറണം. അമ്മ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ഞാൻ കടയിലൊക്കെ പോയായിരുന്നു. ഒന്നുമില്ല ഗൈസ്, ഒരു കോഴി പിടിക്കാൻ പോയാൽ ഇത്ര ജാട ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ ജോയിൻ ചെയ്യുന്നുള്ളൂ. സത്യസന്ധമായിട്ട് സത്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ കടയിലൊക്കെ പോയി ഒരു കടയിൽ പോയി ഒരു കോഴിയെ മേടിച്ചു, അത്രേ ഉള്ളൂ സംഭവം. കാണിക്കും. അപ്പം നമ്മൾ ഇനി കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെയാണ്. അവർ വരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നും അല്ല, സാധാരണ ഇന്ന് കുറച്ച് നമ്മൾ സാധാരണ വെക്കുന്നേക്കാൾ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് ചിക്കനൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പായസം വെക്കുന്നുണ്ട് ഗൈസ്. പായസം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ബാക്കി വഴിയേ എല്ലാം കാണാം. വഴിയേ കാണാം. ഓക്കെ, സെറ്റ്. ആര് കുഞ്ഞനാണ് ദോ നിക്കണത്. വാന്തിയാ? പോട്ട് ഫുഡ് കിട്ടുന്ന പ്രാന്തായതാ.
നല്ല കാക്കയുണ്ട്, വല്ല വെച്ച് കുത്തി കൊടുക്കും. അമ്മേ മുറിഞ്ഞ അറിഞ്ഞൂടെ കുഞ്ഞാടി മേടിക്കും പിള്ളേരെ. അമ്മ നിങ്ങൾ ചെല്ല്. ഇവിടെ ഓട്ടി വേണ്ട, ഭയങ്കര ശല്യമാണ്. എന്തോന്നു ഇതിനെ കൊടുക്കാം, അവരിനടുത്ത് കയറി കളിച്ചു. അതൊന്നും അവർക്ക് വേണ്ട, അവനറിയാം ഫുഡ് ഇവിടെയാണെന്ന്. ഇന്ന് അമ്മുവാണ് എന്താ ചിക്കൻ ക്ലീനിങ്. അതിൻ്റെ ആത്മാവ് വരെ പുറത്തെടുക്കും. അമ്മുവിൻ്റെ ക്ലീനിങ് എങ്ങനെ ഇടും? കഴുകി 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 അവരുടെ ആത്മാവ് വരെ പുറത്തെടുക്കും. അയ്യ ഗൈസ്, എൻ്റെ ചിക്കൻ റെഡി. ക്ലീൻ പണി കൊടുത്തിട്ടെ പൊന്നമ്മ. ഞാനും പണിയൊക്കെ എടുക്കും. വീഡിയോ എടുക്കാനാണോ ഗൈസ് പണിയെടുക്കുന്നത്? അല്ല അല്ല അല്ല, ഇന്ന് ഒരു കിലോ എന്തോ അമ്മ 1 കിലോ അല്ലേ ഉണ്ടായിരുന്നില്ലേ? ഉള്ളി 1 കിലോ ഉണ്ടായിരുന്നു. ഇത്രയോ സത്യം മതി. ഓക്കെ. അമ്മുവേ, അവിടുത്തെ അച്ഛനും അമ്മയെ ഞെട്ടിക്കോ ഫുഡ് കഴിപ്പിച്ച്? പറഞ്ഞോട്ടുള്ള ഇല്ലേ, 2 വാഷ്റൂം ഉണ്ട് ഇവിടെ. അനിയനാ? അതെ, നന്നായിരിക്കും. അമ്മു ഓൾ സെറ്റ്? ശബ്ദം അവിടെ ഇരുന്നോ? ഇരുന്നോ വരണ്ട. ആ, ഞങ്ങൾ ജസ്റ്റ് കയറി കഴിയുമ്പോ കയറിയിരുന്നോ? ആ അത് കുഴപ്പമില്ല, അളിയ വന്നോളും. അയ്യോ, വണ്ടി ഓണാണ്. നടന്നു മിനിമം ആ എടി, ഓടിക്കാറുണ്ട്. ലൊക്കേഷൻ അയച്ചു തന്നാൽ പോലും വരാൻ അറിഞ്ഞൂടാത്ത വിവരം ഇല്ലാത്ത സാധനമാണ്. സുഖം. അല്ലാലും ആ ഡോറൊക്കെ അടയ്ക്കോ? എന്നോട് ഈ ചതി തുറന്നിട്ടോ. അച്ഛനറിയാറുന്നില്ലേ? മഹാഭാവി, എനിക്ക് സമാധാനം, എനിക്ക് നെഞ്ചു എന്നോട് ഞാൻ ഇന്നൊക്കെ എന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വിളിച്ചു ഉറങ്ങിക്കോട്ടെ, എന്നാലും ലേറ്റ് ആയിട്ട് പറഞ്ഞാലും. അളിയാ, എന്നാലും വെളുപ്പിന് 3:30 ഈ തെണ്ടിക്ക് ആരെയെങ്കിലും ഫ്രീ ലയിക്കോ? ഇവള് ഞാനിരുന്നത് പുള്ളി ഉറങ്ങുന്നില്ലെന്ന് തോന്നുന്നു. ആ ഞാൻ എന്നിട്ടും പറഞ്ഞു എനിക്ക് തോന്നുന്നത് മധുരണ്ടോ?
പ്ലീസ്. ആ എല്ലാരും ഉണ്ട്. അമ്മു അവിടെ മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ലല്ലോ. ദേ കണ്ടോളൂ. ലെഫ്റ്റ് സോറി റൈറ്റ്. ഇതാണ് മെഡിക്കൽ കോളേജ് മെയിൻ എൻട്രൻസ്. കണ്ടല്ലോ. ഇനി മെഡിക്കൽ കോളേജ് കണ്ടില്ലെന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആളിരിക്കുന്നത്. അമ്മു ആർ യു ഫീലിംഗ് ഹാപ്പി? വെരി വെരി ഹാപ്പി. സന്തോഷം കേസ് ഞാൻ എൻ്റെ ചിക്കനെ കണ്ടു. പക്ഷെ ചെക്കൻ വന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവർക്ക് ഹായ് ഗൈസ്, ഞങ്ങൾ ഫെയർ സലൂണിൽ വന്നതാണ്. ഞങ്ങൾ വിഷുചേട്ടനെയും ഹരിക്കുട്ടനെയും പറഞ്ഞു വിട്ടു. കാരണം അവിടെ ഗേൾസിന് കയറത്തില്ല, അപ്പോൾ പറ്റത്തില്ല, കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റിംഗ് ആണ്. പോസ്റ്റ് കേസ് വല്ല ലൊക്കേഷൻ വെച്ച് ഇടാനുള്ള കൂടെ സത്യം നമ്മൾ പോസ്റ്റ് ആയി കഴിച്ചു. പക്ഷെ കുഴപ്പമില്ല, പുള്ളിക്കാരൻ പോയി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു ലൈമൊക്കെ കുടിച്ചു കേസ്. ഇവിടുന്ന് ഒരു 2 ലൈമൊക്കെ കുടിച്ച് സെറ്റായി ഇരിപ്പുണ്ട്. അത് വരട്ടെ, സമയം എടുത്ത് വൃത്തിക്ക് ചെയ്തിട്ടൊക്കെ വരട്ടെ. അതൊന്നും നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ശരി, അമ്മക്ക് അവർ വരട്ടെ. ഇല്ല അമ്മ വന്നെന്ന് തോന്നണ. ആളിയം വന്നേ. എന്നിട്ട് ഓലങ്ങനെ മടക്കി വെച്ചത്. പെട്ടെന്നോ എനിക്ക് അളിയനൊരു ഫോട്ടോ എടുക്കാനുള്ളതാ അവിടെ ചെന്നിട്ട്. അമ്പലത്തിലെ തോടാണ് പറയാൻ ഇപ്പം കൊല്ലുവാ എന്ന് എന്തായാലും പുറത്തിറങ്ങി പോകണം. നാണമുണ്ടോ മനുഷ്യ? എന്താ ചോദിച്ചതൊക്കെ ചോദിക്കാൻ? അതെ ഇന്ന് ഞാൻ വിചാരിച്ചാലും കാശുണ്ടാക്കാൻ പറ്റിയില്ല. ബോക്സ് അതിനുള്ളിൽ വെക്കാനുള്ള എടുത്ത് പിടിച്ചു പോയിട്ട് എന്നടുത്താ ഇല്ല പോവും. ഗൈസ് അങ്ങനെ ഫൈനലി ഇതേ വിഷ്ണു ചേട്ടൻ പോയി. വിഷ്ണുചേട്ടനും ഹരിച്ചേട്ടനും രവേച്ചനും ലാലിമയും ഒക്കെ ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. ശരിക്കും നമുക്ക് അമ്മൂന്നൊഴിച്ച് നമുക്ക് ബാക്കി എല്ലാവർക്കും സംഭവം എല്ലാം അറിയായിരുന്നു. എനിക്കറിയാവുന്നത് ഏപ്രിൽ 8 പുള്ളിക്കാരൻ വരുമെന്നാണ് എനിക്കറിയാവുന്നത്. സത്യമായിട്ട് ഞാൻ അന്ന് ബൊക്കെയൊക്കെ മേടിച്ച് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്ന് പുള്ളിക്കാരൻ റിസീവ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നു. ഞാനങ്ങ് ഒരുമാതിരി
എനിക്ക് ഫുൾ ബ്ലാങ്ക് ഔട്ട് അപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ എനിക്കൊന്ന് വിഷം പോലും കിട്ടുന്ന അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് എന്ത് പറയണമെന്ന് ഞാൻ കാണുമ്പോൾ ഒരുപാട് പറയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാം കഴിഞ്ഞു ഗൈസ്, എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം ബട്ട് ഇറ്റ് വാസ് എ നൈസ് സർപ്രൈസ്. എനിക്ക് ഒരു രീതിയിലും സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും ഇല്ല. നമ്മൾ കുറേയൊക്കെ ക്യാപ്ചർ ചെയ്തു, എല്ലാം ഒന്നുമില്ല. പക്ഷെ ആ ചില മൊമെന്റ്സ് ആ സ്പോട്ടിൽ നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറയില്ലേ, അത് സെറ്റായിട്ട് നടന്നു. നമ്മൾ ആക്ച്വലി വീട്ടിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പുറത്തൊക്കെ പോയി ഫെയറിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അവിടെ കുറേ ടൈം പോയി. നമ്മൾ തിരിച്ചു വന്നു, എല്ലാവരും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അവർ പോയി. ബട്ട് ഇറ്റ് വാസ് നൈസ്, വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു. വെരി ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. ഭയങ്കരമായിട്ട് മെമ്മറീസ് ഉള്ള ഡേ ആയിരുന്നു. വെരി 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 അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. താങ്ക് യു മൈ ബ്രോ. എല്ലാവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും. സോ അപ്പോൾ ഇനി അടുത്തത് സേവ് ദ ഡേറ്റ് ആണ്. ഇനി അപ്പോൾ സേവ് ദ ഡേറ്റുകളിൽ ഡേറ്റ് ബാക്കി കല്യാണ വിശേഷങ്ങളായിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അതുവരെ ബൈ ബൈ. എല്ലാവരും വീഡിയോ ഫുൾ കണ്ടിരുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ പോടെ.